ഫ്രണ്ട്സ് എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. സോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കിന്ന് തിങ്കളാഴ്ച ആയിട്ട് നമ്മുടെ കൊണാമി നമ്മുടെ ഗെയിമിൽ പുതിയ പാക്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ കിടിലം പാക്സ് ആയിട്ട് ഒന്ന് വന്നിരിക്കുന്നത് ഒന്നും പറയാല്ല, കുറേ നാൾക്ക് ശേഷം അത് വീണ്ടും ഒരു കിടിലം മിഡ്ഫീൽഡേഴ്സ് പാക്കാണ്. സോ നാഷണൽ മിഡ്ഫീൽഡേഴ്സ് എന്ന പേരിലാണ് ഇപ്രാവശ്യം നമ്മുടെ പാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ നമ്മളുടെ കിടിലം പ്ലേയേഴ്സാണുള്ളത്. ഒരു നമ്മുടെ ഫ്രാൻസിസ്കോ ടോട്ടി, അതുപോലെ തന്നെ നമ്മളുടെ മൈക്കിൾ പ്ലാറ്റിനി ഉണ്ട്. നമ്മുടെ ഗെയിമിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പറയാം, ബെസ്റ്റ് എന്ന് തന്നെ പറയാം, വൺ ഓഫ് ദി ബെസ്റ്റ് അല്ല ബെസ്റ്റ് എം എഫ് ആണ്, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ നമ്മുടെ റുസൂസ്കി, 3 അറ്റാക്ക് മിഡ്ഫീൽഡേഴ്സിനെയാണ് കൊണാമി ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ നമ്മുടെ ടോട്ടി വന്നിരിക്കുന്നത് ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് ലോ സ്ക്രീമർ പറഞ്ഞ സ്കില്ലാണ്, കിടലിനാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റിന് വന്നിരിക്കുന്നത് മൂമെൻ്റ് ആൻഡ് ഡ്രിബ്ലിംഗ് പ്ലസ് വിഷണറി പാസ്, അതും പെടെ എം എഫിന് വേണ്ട ഒരു കിടിലൻ സ്കിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ റുസൂസ്കി വന്നിരിക്കുന്നത് ഫിനോൽ പാസ്, ഇതിൽ കുറച്ചെങ്കിലും ഡൗൺ ആയിട്ടുള്ള നമ്മുടെ റുസൂസ്കിയാണ്. ബട്ട് ചെങ്ങായും ടോപ്പിനായിട്ട് ഒരു രക്ഷയില്ല പറയാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉള്ളത് 12,800 കോയിനാണ്. ഇത് നമ്മുടെ സുബിൻ ബ്രോയുടെ അക്കൗണ്ടാണ് കേട്ടോ. സോ താങ്ക് യു സുബിൻ ബ്രോ ഫോർ ദിസ് അക്കൗണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു പാക്ക് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അമേരിക്കൻ ലീഗത്തെ ആണ്. സോ ഇതും കിടിലാണ്. നമ്മുടെ സണ്ട് ഉണ്ട് ഗായ്സ്, സണ്ടിൻ്റെ ബ്ലിറ്റ്സിൻ്റെ അടുത്ത വേർഷൻ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുള്ളർ, സോ മുള്ളർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്റർമിയാമിയുടെ ബുസ്കറ്റ്സും ഉണ്ട് പ്ലസ് ജോഡി ആൽബ. സോ സണ്ണിന് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലിറ്റ്സ് കേൾ പ്ലസ് ആക്സലേഷൻ ബൂസ്റ്റ് പറഞ്ഞ സ്കില്ലാണ് കേട്ടോ. അപ്പോൾ ചെങ്ങായി ഒരു രക്ഷ ഉണ്ടാവില്ല, നല്ല എഫക്റ്റീവ് ആവും തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മുടെ സർജിയോ ബുസ്കറ്റ്സ് വന്നിട്ട് ഫിനോൽ പാസ്സാണ്. ബുസ്കറ്റ്സ് എന്തായാലും ഈ സീസണോട് കൂടി പോകും. അപ്പോൾ ആളുടെ അവസാനത്തെ ഒരു ഷോർട്ട് ടൈം പാക്ക് ആയിരിക്കും ആൾ കളിക്കണ ടൈമിലുള്ളത് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എഡ്ജർ ക്രോസിങ് ജോഡി ആൽബ. അതുപോലെ തന്നെ നമ്മുടെ ഫിനോൽ ഫിനിഷിങ് മുള്ളറുണ്ട് കേട്ടോ. സോ ഇത്ര ആൾക്കാരാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിരിക്കുന്നത്. സോ എന്തായാലും ഈ പാക്കിന് ഞാൻ കറക്കണില്ല, ബട്ട് ഇത് നല്ലൊരു വെറുത്തി പാക്കാണ്. 100 കോയിനെ കറക്കി കഴിഞ്ഞാൽ അടിക്കാൻ കൂടുതൽ ചാൻസുള്ള ഒരു പാക്കാണ് നമ്മളുടെ ഈ അമേരിക്കൻ ലീഗിന്. കാരണം ഇതിൽ 100 പ്ലേയേഴ്സും അതിൽ 4 എപ്പിക്കാണ്, അല്ല 4 ഷോർട്ട് ടൈമാണ്. സോ കൂടുതൽ ചാൻസ് ഉണ്ട് കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാ ട്രൈ ചെയ്യും ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്, നിങ്ങൾക്ക് ആരെ കിട്ടിയെങ്കിലും. സോ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി പറയുന്നത് ഈ പാക്ക് ഇറക്കലാണ് കേട്ടോ. അപ്പോൾ ഈ പാക്കിൽ നമ്മുടെ ടാർഗറ്റ് പറയുന്നത് ഒരു നമ്മുടെ ടോട്ടിയും അതുപോലെ തന്നെ പ്ലാറ്റിനാണ്. ഈ 2 പേരെ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം, പെട്ടെന്ന് തന്നെ കിട്ടും എന്നാണ് പ്രതീക്ഷ. കിട്ടിയാൽ മതിയായിരുന്നു. സോ എന്തായാലും സുബിൻ ബ്രോയുടെ അക്കൗണ്ടാണ്. സോ ഒരെണ്ണം ടോട്ടി, അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റിനാണ് കേട്ടോ. സോ പ്ലാറ്റിനയുടെ സ്റ്റാറ്റ്സ് ഒക്കെ ടോപ്പാണ് ഗൈസ്, ഹോൾ പ്ലെയർ കാർഡാണ്. അതുപോലെ തന്നെ കിട്ടുന്ന സ്റ്റാറ്റ്സ് ആണ്, സ്പീഡ്, പാസിങ്, ഡ്രിബിളിങ് എല്ലാം കൊണ്ട് പക്ക കടഞ്ഞാണ്. അതുപോലെ തന്നെ ടോട്ടിയും ടോപ്പിനാണ്. ടോട്ടി വന്നിട്ട് ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. പിന്നെ നമ്മുടെ റുസൂസ്കി ഹോൾ പ്ലെയർ കാർഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ടോട്ടിയും പ്ലാറ്റിനാണ്. സോ ഫസ്റ്റ് ട്രൈ എന്തായാലും കൊടുക്കുക, 900 കോയിൻ. ലെറ്റ്സ് ഗോ. ഓ ഞാനൊന്ന് പേടിച്ച്, പെട്ടെന്ന് സൗണ്ട് അടിച്ചപ്പോഴേ എന്തോ സാധനം വന്ന് കയറിയ പോലെ. ഓക്കെ, ഇതാ ഡംസ്കാർഡാണ് കേട്ടോ. നമ്മുടെ ഡെൻമാർക്കിൻ്റെ ഡംസ്കാർഡിന് അറിയില്ല, ചെക്കനാണ്. സോ അതിന് തന്നെ നമ്മൾ നൈസായിട്ടൊന്ന് മൂഞ്ചിയുണ്ട്. എന്തായാലും കിട്ടും, എനിക്ക് കിട്ടും നല്ല പ്രതീക്ഷയുണ്ട്. ടോട്ടിയും പ്ലാറ്റിനിന് കിട്ടിയാൽ മതിയായിരുന്നു. ഫസ്റ്റ് തന്നെ പ്ലാറ്റിന് കിട്ടുകയാണെങ്കിൽ എത്രയും നല്ലതാണ്. സെക്കൻഡ് ട്രൈ കൊടുക്കണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. താടേ എടാ മാറ്, കളറ് മാറ്. കളറൊന്നും മാറില്ലടാ. ഹോജ്ബർഗ് ഗൈസ്, പിറി ഹോജ്ബർഗ്, അനദർ ഡെൻമാർക്ക് പ്ലെയർ. അപ്പോൾ ആദ്യത്തെ 2 ട്രൈ എന്തായാലും മൂഞ്ചിയിട്ട് ഗൈസ് നൈസായിട്ട്. എൻ്റെ അളിയാ പണി വാളുമോ. തേർഡ് ട്രൈ കൊടുക്കാം. പ്ലാറ്റിനാണ് മെയിൻ കേട്ടോ, പ്ലാറ്റിനാണ് മെയിൻ. പ്ലാറ്റിന് 3 വട്ടം തൊടാം. ഇനി മെയിൻ അല്ലാത്ത റുസസ്കിനെ 3 വട്ടം തൊടാം. എന്നിട്ട് നമുക്ക് നേരെ പോയിട്ട് നെക്സ്റ്റ് പിൻ നോക്കി നോക്കാം. എടാ എന്താ അത് ഗൈസ് ആദ്യത്തെ 3 എണ്ണം തന്നെ വട്ടത്തിലും കമത്തിയിട്ടൊക്കെ മൂഞ്ചിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്ത് പറയും, കഴിഞ്ഞ വട്ടം നമ്മളെ ചാപ്പി, ഈ വട്ടം എന്താണ് ഇങ്ങനെ. കഴിഞ്ഞ വട്ടം എനിക്ക് ഓർമ്മയില്ലേ, മറ്റേ വേണ്ടർസറിനെ എടുക്കുമ്പോൾ ഒരു രക്ഷവാദ ചാമ്പലായിരുന്നു ഗൈസ്. എന്തായാലും ഈ വട്ടം 3 ട്രൈയും മൂഞ്ചിയുണ്ട്. ഞാൻ അടുത്ത ട്രൈ നോക്കി നോക്കാം. ടോട്ടി പ്ലാറ്റിനി ദേവിയെ അടിക്കണേ. എടാ എന്തടാ ഒരു ഗായ്സ് കൊലമൂജിക്കലാണ്. ഒരു രക്ഷയില്ലാത്ത മൂഞ്ചിക്കലാ.
എടാ എന്താടാ അത്? എടാ ഒന്ന് താടാ കോണ് 3-4 ട്രൈ കഴിഞ്ഞു കേട്ടോ. ഒന്ന് തമാശ കളിക്കല്ലേ? ടോട്ടിനെ മാത്രം ഇട്ടിട്ട് നോക്കാം ഗൈസ്. കൊടുത്തോക്കാം. എടാ എടാ എന്താ ഇപ്പൊ അടുത്ത് ഭയങ്കര മൂഞ്ചലാണല്ലോ വെച്ചാൽ കഴിഞ്ഞോട്ടം കിട്ടി 6000 കൊണ്ട് 2 എപ്പിക്ക് കിട്ടി. ടാർഗറ്റിനല്ലോ കിട്ടിയത്. ഇതൊരുമാതിരി ചതിയായി പോയി. എടാ 8000 കോയിൻ ബാക്കിയുണ്ട്. ഇത് എന്താടാ ഒരു എപ്പിക്കെങ്കിലും താടാ. ഫസ്റ്റ് ടൈം ആട്ടെ ആദ്യത്തെ 5 ട്രൈയിൽ എനിക്ക് ഒരു എപ്പിക്കോലും കിട്ടാത്ത. ഇത് ഫസ്റ്റ് ടൈമാണ് ഗൈസ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരവസ്ഥ. ഊഞ്ചലാവോ? പേടിപ്പിക്കല്ലേ കൊണു. ഒന്ന് താ. എടാ ഇതാ അടുത്തത്. എടാ ബേസ് തന്നെയാടാ. പടവൊന്നും ഇട്ടിട്ടില്ല. ഫിർപ്പോങ് പറയിച്ച. എടാ അൾട്ടിമേറ്റ് മൂഞ്ചിക്കലാണല്ലോ ദൈവമേ. 6 ട്രൈ ചെയ്യുന്നേ. 90 പ്ലേസ് റിമൈനിങ്. അടിയിൽ പോയി തൊട്ടാ അതാ നടപടിയാവുള്ളൂ. ഇത് എന്താണിത്? എടാ ചെങ്ങായി ഒന്ന് താടാ. എടാ 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 ഫീച്ചടിഞ്ഞൊന്നും എനിക്ക് വേണ്ട ഒരു എപ്പിക്കും കൂടി. എടാ ഇത് തമാശ കേട്ടോ. തമാശ കളിക്കല്ലേ? സണ്ടർബർഗ്. എടാ ഈ നോർവേ നൈസ് ടീമാലേ. ഒരു രക്ഷയില്ല. കിട്ടില്ല കളിയാവുമാര്. നോർവേയുടെ പറയ. എടാ ഇത് എന്താടാ കിട്ടാത്ത? എടാ 80 പേര്. എടാ ഇതിൽ 70 പേര് പോയിട്ട് ഒരെണ്ണം പോലും കിട്ടിയില്ലടാ. പകുതിയും അടുത്ത് എടാ ഇത് ഒരുമാതിരി മൂഞ്ചിക്കലാവല്ലോ കേട്ടോ. വെറുതെ കൊടുത്തു നോക്കാം. നല്ല നടപടി. സ്കില്ലോ നോക്കാനില്ല. എൻ്റെ പൊന്നിക്കോണ് നിങ്ങൾക്ക് ഈ തന്തില്ല വെച്ച് ഇങ്ങനൊന്നും കാട്ടല്ലേ. എടാ എന്തൊരു കഷ്ടീരാ. എടീ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യണ പോലെ കാട്ടിയിട്ട് അപ്പുറത്തോട്ട് ഓപ്പൺ ചെയ്യാൻ നല്ലത്. അവന്മാർ എപ്പോഴേക്കും ഇതിലേക്ക് വന്നോളും. ഇപ്പോൾ പോയിണ്ടാവും. ദൈവമേ. എടാ ജാതി മൂഞ്ചിക്കില്ലടാ. ഇവന്മാർ എന്തിനാണ് ഇങ്ങനെ മൂഞ്ചിക്കണത്? എടാ എൻ്റെ അക്കൗണ്ട് അല്ല. ഒന്ന് തായോ. ഇനി തന്നോളൂ. ഇനി പേടിക്കല്ലേ. ഇനി തരും എന്തായാലും. ട്രൂസിസ്കി അല്ല ഭാഗ്യം. പ്ലാറ്റിനല്ലേ ഇത്? ടോട്ടിയാണ് ഗൈസ്. ടോട്ടിയാണ്. പണ്ടാറടങ്ങാൻ വേണ്ടി ഇതൊരുമാതിരി ശവത്തി കുത്തുന്ന പരിപാടിയാണ് ഗൈസ്. ഒന്നും പറയല്ല. ഒരുമാതിരി അവസ്ഥയായി പോയി. ഒന്നും പറയട്ടെ ഗൈസ്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിന് കോയിൻസും അതുപോലെ തന്നെ കിടിലം അക്കൗണ്ട് ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്ത് ഗ്രൂപ്പിൻ്റെ DC ഫുട്ബോൾ എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കയറി ജോയിൻ ചെയ്യാം കേട്ടോ ഗൈസ്. കിടിലം ഗ്രൂപ്പാണ്. ട്രസ്റ്റഡ് ആണ്. ഓൾ കേരള അഡ്മിൻസ് ആണ്. അഡ്മിൻസിന് മാത്രം മെസ്സേജ് അയക്കുക. പിന്നെ ഓക്കെ, വേറെ ആൾക്കാരൊന്നും നോക്കിയാലും മൈൻഡ് ആക്കണ്ട. അഡ്മിൻസിന് മാത്രം മെസ്സേജ് അയക്കുക. സോ നെക്സ്റ്റ് ട്രൈ കൊടുക്കുക ഗൈസ്. നമുക്ക് എന്തായാലും ടോട്ടിന് കിട്ടിയ പ്ലാറ്റിനൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു. പ്ലാറ്റിന് കിട്ടിയ ഭാഗ്യം. ചെങ്ങായി കിടിലിനാണ്. ഇതൊരു രക്ഷയില്ലാത്ത പ്ലാറ്റിനെയാണ്. അവസാനത്തേക്കൊന്നും വെക്കല്ലെൻ്റെ കൊണു. ഇതെൻ്റെ അക്കൗണ്ട് അല്ല. വീണ്ടും ഞാൻ പറയുന്നു. എടുത്തതാ. ഇത് എപ്പിക്ക് തന്നെയാണ് എൻ്റെ അറിവിൽ. എടാ ഇത് റുസുസ്കി അല്ലേ? എടാ അവന് വെള്ള ജയിച്ചാണല്ലോ മച്ചേരി. ഇതിലെന്താ ഇത്? ഇപ്പോൾ പ്ലാറ്റിന് ഇല്ലയെന്ന് അർത്ഥം. ഇപ്പോൾ പ്ലാറ്റിനിക്ക് വേണ്ടി നിൽക്കണ്ടെന്നാണ് ഇവന്മാർ പറയണത്. ഞാൻ വെള്ള ജേഴ്സി വെച്ചിട്ട് ഇനി ഉള്ളിൽ വന്നതിനെ വേറെ ആവും വിചാരിച്ചില്ല. ഞാൻ പിന്നെയാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ കൊടി അപ്പുറത്ത് കണ്ടത്. അപ്പം എനിക്ക് മനസ്സിലായി എന്നെ ചാമ്പാള പരിപാടിയാണ് ഇവന്മാർ. എടാ അയോഗ്യ നായേ ഒന്ന് താടാ. നിങ്ങൾ എന്താണ് ഇങ്ങനെ ഈ പ്ലാറ്റിൻ്റെയും കൂടി ഒന്ന് കഴിഞ്ഞ വട്ടവും മെയിൻ ടാർഗറ്റ് തന്നില്ലേ. ഈ വട്ടവും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ നാറികൾ. ഇവന്മാരെയും കൊണ്ട് ഞാൻ തോറ്റു. ഇവന്മാരെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലടാ. കാരണം ഉള്ളവന്മാരെ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ, നോവുള്ളൂ. ദിസ് ഈസ് അൾട്ടിമേറ്റ് മൂജിക്കൽ. ഫീച്ചേഡ് എൻ്റെ ഫുഡ് കൊടുക്കറാ നാറി. ജെയിംസ് റോഡ്രിഗസ് ആണെങ്കിൽ ഒന്നും പറയണില്ല. സത്യം പറയാലോ,
വിഷമുണ്ട്, നല്ല വിഷമുണ്ട്. പ്ലാറ്റിനം ഇല്ല മെയിൻ ടാർഗറ്റ്. കൊണു ഞാൻ പറയും, ഇനി 3 എണ്ണത്തിൽ എനിക്ക് തന്നില്ലെങ്കിൽ നിൻ്റേന്ന് ഞാൻ ഒരു സാധനം വാങ്ങില്ല. ഉള്ള കാര്യം പറയാലോ. നിൻ്റെ ഒരു സാധനം നിന്നെ കുറിച്ചുള്ള വീഡിയോ ഇട്ടാൽ നിർത്തും. ഇവന്മാരെ കുറിച്ച് വീഡിയോ ഇട്ടാലാണ് പ്രശ്നം. ഈ ഫുട്ബോൾ അങ്ങോട്ട് നിർത്തും ഞാൻ. നീ മര്യാദയ്ക്ക് തരാൻ നിനക്ക് നല്ലത്. ഉള്ള കാര്യം പറയാലോ. എടാ ഫീച്ചേടല്ലടാ വരേണ്ടത്. നാറി ഒന്ന് താടെ. നിങ്ങൾ എന്താണിത്? നിങ്ങൾക്കൊക്കെ ഉണ്ടോ? എടാ ഇവന്മാരെന്താ ഇങ്ങനെ ചാമ്പണത്? എടാ ഒരു ദയ കാണിക്കറ നാറി. കോൺസീസിയ ഇന്നലെ ഗോളൊക്കെ അടിച്ചു. അണ്ണല്ലാത്ത നേരത്തിൻ്റെ അണ്ണൻ്റെ ഒരു ഹാട്രിക്കാണ് പോയത്. അണ്ണൻ്റെ മണ്ടത്തിൽ അല്ലാണ്ട് എന്താ പറയുക. ഏത് നേരത്തെ ചെങ്ങായിക്ക് ആ റെഡ് മേടിക്കാൻ വേണ്ടി. ഈ സെക്ഷനിലൊന്നും ഇല്ലടാ. ഇനി ഇത് എന്താടാ ഇത്? ഇവന്മാരെന്താണ് എൻ്റെ പള്ളറക്കണ പോലത്തെ പരിപാടി ആയിട്ടാണ്. എടാ 300 ഞാനൊന്നും പറയണില്ല നാറി. ആ തീരുമാനമായിടാ, തീരുമാനമായി. ഇനി നോക്കണ്ട ഞാൻ പറയുള്ളൂ പ്ലാറ്റിനിക്ക് വേണ്ടിയിട്ട്. എൻ്റെ ഹോപ്പൊക്കെ പോയടാ. ഈ നാറുകൾ ഇനി എനിക്ക് തരുന്നൊന്നുമില്ല. 20 പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. അവസാന 10 പ്ലാറ്റിനി വന്ന് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവന്മാരെന്തിനാണ് എന്നെ ഇങ്ങനെ വട്ടം കറക്കണ എനിക്ക് മനസ്സിലാവില്ല. ഇവിടെ അവസാനത്തേക്ക് വരെ എത്തിച്ചട പ്ലാറ്റിനിയുടെ മുത്തേ. ഇത് തന്നോ, ഇത് തന്നില്ലെങ്കിൽ മാറും, വിഷയാവും. $200 കോയിനുണ്ട്. 10 പ്ലേയേഴ്സും ഉണ്ട്. കണ്ടിട്ടുണ്ട്, കുറേ കണ്ടിട്ടുണ്ട്. നോക്കട. 1 2 ഇവിടെ 2 3 4 5 6 7 8 9 10. നാറികളെ നിങ്ങൾക്കൊക്കെ ഉണ്ടോടാ? എടാ 200 കോയിന് കിട്ടുമോ? 100. ഫിലിപ്പിൻ്റെ പറി. എടാ എന്തിൻ്റെ കഴപ്പാടാ നിനക്കൊക്കെ എന്താടാ നിന്നെ? എടാ പ്ലാറ്റിനിയുടെ മാത്രം തന്നില്ലടാ ഈ നാറികള്. എടാ നോക്കടാ, ഈ സുബിൻ ബ്രോയുടെ അടുത്ത് ഞാൻ എന്ത് പറയൂടാ. എടാ പൊന്നിടാവേ, തന്തയില്ലാമയ്ക്കൊരു പര്യായം ഉണ്ടായത് നീയാണ് എൻ്റെ കൊണു. ഷോ അടങ്ങൊന്ന് ചിന്തിച്ചോക്കടത്. എന്താടാ ഇത്? എന്തിനാ അതിനെ പറയണ്ട്? എടാ 8 പേര് റിമൈനിങ് അതൊരു പ്ലാറ്റിനാക്കി തന്നിക്കണ നോക്കടാ. എടാ നിങ്ങെന്താണ് ഉദ്ദേശിക്കണേ? കണ്ണെന്ന് വെള്ളവും കുറയും വരുന്നോണ്ടിരിക്കണല്ലോ തേങ്ങയുടെ മൂട്. ഇങ്ങനെ മൂഞ്ചിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ശേ, പിന്നെ ബാക്കി ഇടുകയാണെങ്കിൽ ഇതിലുണ്ടാവും, അല്ലേ പിന്നെ ഇടില്ല കേട്ടോ ഗൈസ്. ഓക്കെ, പിന്നെ നീയൊക്കെ എത്ര മോഞ്ചിച്ചിട്ട് ഞാൻ നീ കറക്കാണ്ടിരിക്കില്ല നാറികൾ. എടാ എന്താണ് അവന്മാരൊക്കെ പറയേണ്ടത്? കുഴപ്പമില്ല ഗൈസ്. ഇനി 800 കോയിൻ ഞാൻ കറച്ചാക്കിയിട്ട് എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം ആൾക്കല്ലേ. ശരിയാവില്ല, അത് ഒരുമാതിരി അവസ്ഥയായിരിക്കുമല്ലേ പിന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും കിട്ടും. അതുകൊണ്ട് കൂടുതൽ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഈ നാറികളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലടാ, അവന്മാരങ്ങനെയാണ്. എന്തായാലും എന്ത് നോക്കാൻ കറക്കട നാറി അങ്ങോട്ട് 100 വെച്ചിട്ട് പണ്ടാറടങ്ങാൻ വേണ്ടി ഓരോ കോപ്പിലെ ഷെഡ്ഡി വർത്താനം ഉണ്ടാക്കാൻ വേണ്ടി വന്നൊക്കെ അവന്മാർ. പറി, അവൻ്റെ പറി. അടുത്ത പറി വരട്ടെ, പ്ലാറ്റിനിയുടെ പറി. പ്ലാറ്റിനിയുടെ അടുത്ത പറി. ഇനി അവസാനം താട്ടോ. ഏറ്റവും അവസാനം തന്നാൽ മതി. ഇനി അതല്ലേ അതിൻ്റെ ഒരു ത്രില്ലുള്ളൂ മുത്തേ. അത് അവസാനം എന്താ? അവസാനം അവൻ്റെ പന കെട്ടിക്കാൻ വേണ്ടി തന്നാൽ മതി കേട്ടോ. അവസാനത്തേക്ക് തന്നെ തന്നാൽ മതി. നീ അവസാനം തന്നാൽ മതി. എനിക്ക് ഇടയിലെങ്ങാനും തന്നെ നിനക്ക് 2 തന്നാ. നീ അത്രേ പറയുള്ളൂ. അടിപ്പന്മാരെയും കൂടി ഞാൻ തോറ്റു. എന്താണിത്? കണ്ടകശിനി കൊണ്ടേ പോകുത്തേ. എടാ അവസാനം തന്നാൽ മതി, കുഴപ്പമില്ല. ഐ എം നോർമൽ റൈറ്റ് നൗ. ഓക്കെ, അവസാനം തന്നാൽ മതി കേട്ടോ. അവസാനത്തെ ട്രയൽ തന്നാൽ മതി. അതിൻ്റെ ഇടക്കെങ്ങാനും തന്ന നാറി. അവസാനം തന്നാൽ മതി, ഒരു കുഴപ്പമില്ല. ഇനി ഇതിലെങ്ങാനും തന്ന ഇതിൽ തരല്ലേ?
എൻ്റെ പൊന്നു മോനെ ഇതെങ്ങാനും ഇനി എൻ്റെ മുന്നിൽ വന്ന് കാണിച്ച് ഇവന്മാരുടെ എപ്പിക്കിൻ്റെ പൊട്ടൽ നീ എന്തിനാടാ പൊട്ടിക്കണേ? നീ എന്തിനാ പൊട്ടിക്കണത്? പാറി പറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്കൊക്കെ എന്തിൻ്റെയൊക്കെ ഏടാടാ ഉള്ളത്? എടാ നിന്നോടൊക്കെ ആ ചെങ്ങായി എന്ത് തേങ്ങയുടെ ചെയ്ത സുബിൻപുറം നിൻ്റെയൊക്കെ എന്ത് ചെയ്ത് ഞാൻ അറിയാണ്ട് ചോദിക്കുക. ആൾ എനിക്ക് ആ പാക്ക് ഇറക്കാൻ നിന്നത്, അതാണ് ആളൊക്കെ ചെയ്തുള്ള തെറ്റ്. എൻ്റെ പ്ലാറ്റിനി നീ പ്ലാറ്റില്ലടാ, വേണ്ട. സോറി ഗൈസ്, നിങ്ങളാണെങ്കിലും ഇതൊക്കെ തന്നെ പറയും, നിങ്ങൾ ഇതിൻ്റെ അപ്പുറം പറയും. അത് വീഡിയോ എടുക്കൊണ്ട് മാത്രമൊന്നും വേണ്ടില്ല ശരിക്കും. ഇവന്മാരെയും കൊണ്ടൊക്കെ തോച്ചറ. എടാ ഒന്ന് നോക്കടാ, ഇത് ആരാണ് ബാക്കിയുള്ളത്? അവനെ ഒന്ന് കാണണം എനിക്ക്. അവനാണ് ഇനി ഗോട്ട്. ഓക്കെ, എന്താണ് അവൻ്റെ പേര്? മിലോയ്. മിലോയ് അല്ലടാ, നീ മൈ ഒന്നും പറയണ്ട. പിരി എല്ലായിടത്തും ഒരു പറ കയറുമല്ലേ ഗൈസ്. പീർ പിയർലെസ് മെയിൽ എന്തോട്ട സാധനവൻ ഗൈസ്. അപ്പം എന്തായാലും സന്തോഷമായില്ല എല്ലാവർക്കും? കണ്ണിറച്ച് കാണുക. ഓക്കെ, 100 കോയിൻ ബാക്കി വെച്ചിട്ടുണ്ട് കൊണാമി. എന്താ ചെയ്യുക? എന്തിനാണ് ആ 100 കോയിൻ ബാക്കി വെക്കണം? അതും കൂടി അങ്ങോട്ട് തീർക്കാം, പണ്ടാറിറങ്ങാൻ വേണ്ടിയിട്ട്. എനിക്ക് വയ്യ. അപ്പോൾ ഫുൾ വൈപ്പായിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവർക്കും സന്തോഷമായില്ലേ? 0 പ്ലെയർ കേട്ടോ. ഫസ്റ്റ് ടൈം ഇൻ മൈ കരിയർ എല്ലാം അങ്ങോട്ട് വൈപ്പ് ഔട്ട് ചെയ്തു. ഇതിനാണ് വൈപ്പ് ഔട്ട് എന്ന് പറയാം. എപ്പിക്ക് മാത്രമല്ല വൈപ്പ് ഔട്ട് ചെയ്യണം. നമ്മുടെ ആ പാക്ക് ഫുൾ വൈപ്പ് ഔട്ട്. ഓക്കെ, എടാ എന്താണോ ചെയ്യുക എങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ? എടാ ഞാൻ പറയാം, എല്ലാവരും ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്തു. എനിക്ക് അത്രേ പറയുള്ളൂ ഗൈസ്. ഞാൻ 2-3 ദിവസമായി ലൈവ് വന്നിട്ട്. ഇനി അതങ്ങോട്ട് എൻജോയ്ക്കുക നല്ലത്. എന്തായാലും നിർത്തി. ഇനി ഇത് കളിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ഇല്ലായ്മ കാണിക്കണ ഇവന് എന്തിൻ്റെ കേടാ? അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ അക്കൗണ്ട് ബൈയിങ് ആൻഡ് സെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞ് മറക്കണ്ട. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കയറി നോക്കിയോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാതെ ബൈ.